ബലാത്സംഗ കേസിൽ രേഖകൾ കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ജില്ലാ കോടതിയിലാണ് അഭിഭാഷകൻ മുഖേന പെൻഡ്രൈവുകൾ ഉൾപ്പെട്ട രേഖകൾ സീൽ ചെയ്ത കവറിൽ ഹാജരാക്കിയത്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും കൈമാറിയതായാണ് വിവരം. അതേസമയം ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയിട്ടും പിടികൂടാതെ അന്വേഷണ സംഘം. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ബലാത്സംഗ കേസിൽ നൽകിയിരിക്കുന്നത്, അതിജീവിതം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ചില രേഖകൾ കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അഭിഭാഷകന് പെൻഡ്രൈവിന്റെ രൂപത്തിലാണ് ഈ രേഖകൾ കൈമാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നിലിമ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി നൽകി 1.5 ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ പിടികൂടിയില്ല എന്നുള്ളത് നിലനിൽക്കുന്നൊരു കാര്യമാണ്. കാരണം രാഹുൽ തിരുവനന്തപുരത്ത് വഞ്ചൂരെത്തി ഈ ജാമ്യാപേക്ഷയിൽ നേരിട്ടാണ് ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘം രാഹുലിനെ നിരീക്ഷിക്കുന്നുണ്ട്, പിടികൂടുമെന്ന് പറയുമ്പോൾ അത് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ അന്വേഷണ സംഘം രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു നൽകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1.5 ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഇപ്പോഴും പാലക്കാട് ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട യുവതി പോലീസിന് നൽകിയ തെളിവുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞ വാദങ്ങളെ ఖంഡിക്കുന്ന തെളിവുകൾ തന്നെയാണ് യുവതി നൽകിയിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായാണ് കോടതിയെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവുകൾ നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം തന്നെയാണ് രാഹുൽ നടത്തുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാദങ്ങൾ രാഹുൽ നടത്തിയിരുന്നു. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന സമയങ്ങളിൽ ഭർത്താവിനൊപ്പമാണെന്നുള്ള വാദം രാഹുൽ ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അടങ്ങിയ പെൻഡ്രൈവാണ് ഇപ്പോൾ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ ബുധനാഴ്ചയായും പരിഗണിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും യുവതിയെ അറിയില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുമായി വിവാഹിതയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്തരത്തിലുള്ള സൗഹൃദവും തുടർന്ന് മറ്റു കാര്യങ്ങളുമൊക്കെ രാഹുൽ ചെയ്തതെന്ന് കൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗർഭചിത്രത്തിനടക്കം രാഹുൽ മരുന്ന് നൽകിയെന്ന് കൂടി രാഹുൽ നിഷേധിച്ചതുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ വീഡിയോ കോൾ വിളിച്ചാണ് ഉറപ്പിച്ചതെന്ന് പെൺകുട്ടി സംസാരിക്കുന്ന ദൃശ്യങ്ങളും ശബ്ദരേഖകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ആ ശബ്ദരേഖയടക്കം രാഹുൽ നിഷേധിക്കുന്നതുമില്ല. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമേറിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ ഗർഭിണിയായിരിക്കെ ചെയ്യേണ്ട ചികിത്സാ രീതികളൊന്നും ചെയ്യാതെ ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുകയും ഭ്രൂണഹത്യക്ക് വിധേയയാക്കാൻ ഒന്നിലേറെ തവണ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരം ശ്രമങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളും രാഹുൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഈ അതിജീവിതയുമായുള്ള ബന്ധത്തെ പറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില സാധൂകരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ പറയുന്നത്. എന്നാൽ അറിയില്ല എന്നും തനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി രാഹുൽ സമ്മതിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് ദുരുദ്ദേശമില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയാണ്. ദിലീപ, വീണ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ശബ്ദ സന്ദേശങ്ങൾ ഒന്നും തന്നെ രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഈ രാഹുൽ പറയുന്ന വാക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഈ ഗർഭചിത്രത്തിന് ഇങ്ങനെ നിർബന്ധിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണ്, ആ ശബ്ദശകലങ്ങൾ നമ്മൾ കേട്ടതാണ്. ഒപ്പം തന്നെ നിന്നെ എനിക്ക് കൊല്ലാൻ ഒരു അരനിമിഷം പോലും വേണ്ട എന്നൊക്കെ, 1/2 സെക്കൻഡ് പോലും വേണ്ട എന്നതൊക്കെ ഈ ഇരയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സ്വയം പ്രതിരോധം എന്ന നിലയിൽ ചില ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കുക മാത്രമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതാണ് നിലിമ. കൃത്യമായി രാഹുൽ ചില വാദങ്ങൾ നിരത്തുന്നുണ്ട് എന്നെങ്കിൽ പോലും രാഹുൽ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ചില ന്യായവാദങ്ങൾ നിരത്തുന്നു, അത് കോടതിക്ക് മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ്. കാരണം ഗർഭചിത്രത്തിലടക്കം നിർബന്ധിക്കുന്നു, സുഹൃത്തിന്റെ കയ്യിലടക്കം മരുന്ന് കൊടുത്തയക്കുന്നു. അത് കൃത്യമായി ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാത്ത, വളരെ ആരോഗ്യകരമായിട്ട് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്ന, അതിജീവിതയ്ക്ക് ജീവന് വരെ അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള മരുന്നാണ് യുവതിയെ കൊണ്ട് കഴിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിവാഹം കഴിച്ച കാര്യവും അതുമായി ബന്ധപ്പെട്ടുള്ള
കാര്യങ്ങൾ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിത പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് താനുമായി അടുപ്പം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്നാൽ രാഹുൽ അവിടെ വാദിക്കുന്നത് സൗഹൃദം എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ കൃത്യമായി രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗൂഢാലോചന ഇല്ലേ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുകയാണ്. അതായത് അതിജീവിതയുടെ ചുറ്റുപാട് മനസ്സിലാക്കി അതിജീവയെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള നിലപാടുകളാണ്, ആ ശ്രമങ്ങളൊക്കെ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പ്രതി തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധം നടന്നു, ഞാൻ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അവൾ വിവാഹിതയാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് വളരെ കൃത്യമായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ വിവാഹിത ആണ് എന്ന കാര്യം മറച്ചുവെച്ച് പെൺകുട്ടി പ്രതിയെ വഞ്ചിച്ചു എന്ന പ്രചാരണം ഇനി മുതൽ നിലനിൽക്കില്ല. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ വളരെ കൃത്യമായി അത് പറയുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ തെളിവുകൾ രാഹുൽ മുന്നോട്ട് വച്ചാൽ പോലും അത് ഒരുപക്ഷെ നിലനിൽക്കുന്നതല്ല എന്നതല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? ശരിയാണ് നിലിമ, അത് ലൈംഗിക ബന്ധം എന്നുള്ള കാര്യങ്ങളിലേക്ക് അടക്കം കടന്നു. അതായത് യുവതിയുടെ ജീവിത പശ്ചാത്തലവും ജീവിത സാഹചര്യങ്ങളും മുഴുവനായി രാഹുൽ മനസ്സിലാക്കിയിരുന്നു. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ബന്ധം സ്ഥാപിക്കുന്നതും തുടർന്ന് ഇത്തരം കാര്യങ്ങളിലടക്കം രാഹുൽ നിർബന്ധിക്കുന്നതും സംഭാഷണങ്ങളിലടക്കം ഗർഭിണിയാകുന്ന കാര്യങ്ങളടക്കം രാഹുൽ പറയുമ്പോൾ പോലും രാഹുലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനൊപ്പം ജീവിക്കുകയായിരുന്നു എന്ന് രാഹുൽ പറയുമ്പോൾ പോലും പെൺകുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഇടപെടൽ നടത്തിയത്. വിവാഹിതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ ഇംഗിതങ്ങൾക്കായിട്ട് യുവതിയെ സമീപിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ യുവതിയെ തുടർന്ന് ക്രൂരമായി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തന്റെ ഇംഗിതങ്ങൾക്ക് വശമതയാക്കി എന്ന് വേണം നമുക്ക് യുവതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ കാണിച്ചും നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചും യുവതിയെ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അത് ഭ്രൂണഹത്യക്കായി യുവതിയെ നിർബന്ധിക്കുന്നു. സുഹൃത്തിനെ ഇതിനായി മരുന്ന് ഏൽപ്പിക്കുന്നു. ആ മരുന്നുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മാനസികപരമായിട്ട് എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും രാഹുൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാനസിക പരിഗണന പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറിപ്പടിയൊന്നുമില്ലാതെ, ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യേണ്ട ചികിത്സാക്രമങ്ങളൊന്നും ചെയ്യാതെ തന്നെ യുവതിയെ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നു, ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുന്നു. അത് കഴിപ്പിച്ചെന്ന് വീഡിയോ കോളിലൂടെ അത് ഉറപ്പിക്കുന്നു. അപ്പോൾ യുവതിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് രാഹുൽ ചിന്തിക്കുന്നില്ല. രാഹുൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥത്തിൽ രാഹുൽ നൽകിയ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്. അതിൽ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഗർഭിണിയായത് ഞാൻ മൂലമല്ല എന്ന് വാദിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രതി എന്തിന് തൻ്റെ സുഹൃത്ത് മുഖാന്തരം ഗർഭനിരോധന മരുന്ന് അല്ലെങ്കിൽ ഈ ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് എന്തിന് കൊടുത്തുവിട്ടു? മാത്രവുമല്ല അത് കഴിക്കുന്നത് വീഡിയോ കോളിലൂടെ കണ്ട് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ വളരെ കൃത്യമായി അത് താൻ മൂലമല്ല ഗർഭധാരണം നടന്നത്, അത് ഭർത്താവിനൊപ്പം ജീവിച്ചിരുന്ന സമയത്താണ് എന്നൊക്കെ പറയുന്ന വാദഗതികൾ നിലനിൽക്കുമോ? ഇയാൾക്ക് തന്നെ വളരെ കൃത്യമായി ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് നൽകുന്നത്, അത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്, അത് വീഡിയോ കോളിലൂടെ കണ്ട് അത് ശരിവെക്കുക കൂടി ചെയ്യുന്നത്. വീണ, രാഹുലിന്റെ ആ വാദം അതോടുകൂടി പൊളിയുകയാണ് നിലിവ. കാരണം ഭർത്താവിനൊപ്പം ജീവിക്കുന്ന സമയത്താണ് ഈ ഒരു അതായത് അതിജീവിത ഗർഭിണിയാകുന്നതെന്ന തരത്തിലുള്ള വാദം പറയുന്നു. എന്നാൽ മറുഭാഗത്ത് പറയുന്നുണ്ട് തനിക്ക് യുവതിയെ അറിയാം, താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുമ്പോൾ പോലും തന്റേതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നിനടക്കം നിർബന്ധിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമം, അതായത് മരുന്ന് നൽകുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിപ്പിക്കുന്ന സുഹൃത്തിനെ മരുന്ന് ഏൽപ്പിക്കുകയും തുടർന്ന് ഇത് ഒന്നിലേറെ തവണ ഇതുമായി ബന്ധപ്പെട്ട് യുവതിയെ ഫോണിലടക്കം ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അതായത് നിർബന്ധിക്കുകയും ചെയ്യുന്നു. മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ശ്രമം നടത്തുന്നു. ജീവനടക്കം അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് രാഹുൽ എന്തിനാണ് ശ്രമിച്ചതെന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ പ്രസക്തമാണ്. അത്തരത്തിൽ രാഹുലിന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് രാഹുൽ നൽകിയ ജാമ്യാപേക്ഷയിലൂടെ തെളിയുകയാണ് ചെയ്യുന്നത്. നീലിമ, സുഹൃത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോബിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടിയാണ് നടക്കുന്നത്. കാരണം ജോബി, രാഹുലിന്റെ സുഹൃത്തായ ജോബിയാണ് ഈ മരുന്ന് എത്തിച്ചു നൽകിയത്. ജോബിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവരങ്ങൾ, അതായത് ഫോൺ സംഭാഷണങ്ങളടക്കം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മരുന്ന് രാഹുൽ ആര് പറഞ്ഞിട്ടാണ് വാങ്ങിയത്? അതായത് ഗുരുതരമായിട്ടുള്ള ഈ മരുന്ന് കഴിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള മരുന്നാണ് യുവതിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ രാഹുൽ ഇടപെടലുകൾ നടത്തുമ്പോൾ സുഹൃത്തിന് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നല്ലോ. ആ വാദങ്ങൾ
വാദങ്ങൾ കൂടി പൊളിയുകയാണ്. കാരണം രാഹുൽ ഇത് നിഷേധിക്കുമ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ സുഹൃത്തിന് ഇത്തരത്തിൽ മരുന്ന് വാങ്ങി നൽകുകയും ആ മരുന്ന് യുവതിയുടെ കയ്യിൽ പക്കൽ എത്തിച്ചതിന്റെയും ഒരു ലക്ഷ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ പൊള്ളയായ വാദങ്ങൾ ഈ ജാമ്യ അപേക്ഷയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിലനിൽക്കില്ല, ജാമ്യം തള്ളിപ്പോവുക ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ മാത്രവുമല്ല വീണ, സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചാറ്റ്, ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ചാറ്റ് പുറത്തു വന്നിരുന്നല്ലോ. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി ആ ചാറ്റിൽ പറയുന്നുണ്ട് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന്. അതായത് ഒരു മാസത്തെ മുഴുവൻ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ പെൺകുട്ടി അതിൽ മറുപടിയായി പറയുന്നുണ്ട് പിൽസ് മുഖ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് പ്രഗ്നന്റ് ആക്കണം എന്നത് ഇരു കക്ഷികളും എടുത്ത ഒരു തീരുമാനമായിരിക്കില്ല. ഇത് ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കണം എന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്നെ താല്പര്യമാണ്. അതിന് വിരുദ്ധമായ നിലപാടുകൾ ഈ ചാറ്റ് തന്നെ പ്രഥമ ദൃഷ്ടിയ വളരെ കൃത്യമായൊരു തെളിവാണ്. ആ തെളിവുകൾ നിലനിൽക്കെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ കോടതി എങ്ങനെ ഇക്കാര്യങ്ങൾ മുഖവിലക്കെടുക്കും വീണ? നിലിമ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫോൺ ചാറ്റുകളുടെ വിവരങ്ങളാണ് നിലിമ പറഞ്ഞതുപോലെ പുറത്തു വന്നത്. ആ വിവരങ്ങൾ അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു അതിജീവിത ഇക്കാര്യങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുന്നത് രാഹുൽ തന്നെയാണ്. തന്റെ ആവശ്യങ്ങൾ യുവതിയോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് വേണമെന്നും നമ്മുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് വേണമെന്നുള്ള ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്ത. പക്ഷെ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാർഗങ്ങൾ വേണമെന്ന നിർദ്ദേശം യുവതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ പറയുന്നത്. കൃത്യമായി രാഹുൽ ഇത് മനസ്സിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ രാഹുൽ കൃത്യമായി യുവതിയെ പ്രേരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തതിനു ശേഷം നിഷേധിക്കുമ്പോൾ, ജാമ്യാപേക്ഷയിലടക്കം നിഷേധിക്കുമ്പോൾ അത് രാഹുലിന് കൂടുതൽ കുരുക്കാകുമെന്ന് ഉറപ്പാണ്. രാഹുലിന് കുരുക്ക് മുറുകും എന്നുള്ളതും ഉറപ്പാണ്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഒളിവിൽ തുടരുന്നത്. കാര്യം അറസ്റ്റ് അടക്കമുള്ള വരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ രാഹുലിന് 10 വർഷം മുതൽ 20 വർഷം വരെ ജീവപര്യന്തം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചാർത്തിയിരിക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന് പിടികൂടാതെ ഇരിക്കുന്നതും വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ കൃത്യമായും രാഹുലിന് ജാമ്യം ലഭിക്കുവാൻ ഇതൊക്കെ തടസ്സമാകുന്ന കാര്യങ്ങൾ കൂടിയാണ്. വളരെ വിശദമായ റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും വീണ ഈ വിഷയത്തിൽ നൽകിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്.